ഒരിക്കലൊരു നാട്ടിൽ വല്ലാത്ത തണുപ്പുണ്ടായി. തണുപ്പെന്ന് വെച്ചാൽ സഹിക്കാൻ കഴിയാത്ത തണുപ്പ്. ജീവജാലങ്ങളൊക്കെ ചത്തൊടുങ്ങാൻ തുടങ്ങി. പല ജീവികളും വംശനാശത്തിൻ്റെ വക്കിലെത്തി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഒരു തീരുമാനമെടുത്തു. ഇനി ഇതിൽ നിന്നുള്ള രക്ഷ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അത് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കാം. ആ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ നമുക്കൊരു ചൂടുണ്ടാകും. അങ്ങനെ ഈ തണുപ്പിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം എന്നുള്ളതാണ്. എല്ലാ മൃഗങ്ങളും ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് അവിടെ കിടക്കാൻ തുടങ്ങി. പക്ഷെ ആ കൂട്ടത്തിൽ മുള്ളംപന്നികളുണ്ടായിരുന്നു. ആ മുള്ളംപന്നികൾക്ക് അവരുടെ മുള്ള് കാരണം കെട്ടിപ്പിടിക്കുവാൻ കഴിയുന്നില്ല. കെട്ടിപ്പിടിക്കുമ്പോൾ അവരുടെ മുഖത്തിൽ നിന്നും മറ്റൊക്കെ ചോരയൊലിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർക്ക് കഴിയാതായപ്പോൾ അവർ പറഞ്ഞു, നമുക്കിത് സാധിക്കുകയില്ല. അങ്ങനെ അവർ ആ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ആ കൂട്ടിപ്പിടിച്ച് കിടക്കുന്നവരിൽ നിന്നെല്ലാം മാറി നിന്ന് ഒറ്റയ്ക്കിരിക്കാൻ തുടങ്ങി. തണുപ്പ് കൂടിക്കൂടി വന്നു. അവർക്ക് സഹിക്കാൻ കഴിയാതെയായി. അവസാനം അവർ ഓരോന്നോരോന്നായി മുന്നിൽ നിന്ന് തന്നെ മരിച്ചു പോകുന്നത് കാണുകയാണ്. വംശനാശം സംഭവിക്കുമെന്ന് തോന്നിയപ്പോൾ അവർ വീണ്ടും പറഞ്ഞു, നമുക്കെത്ര മുറിവ് പറ്റിയാലും നമുക്ക് സൗഹാർദ്ദത്തോടു കൂടി തന്നെ കെട്ടിപ്പിടിച്ച് ആ ചൂടിൽ ഈ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ളത്. സഹോദരങ്ങളെ, സൗഹൃദം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് മുറിവ് പറ്റും, വേദനകളുണ്ടാകും. എങ്കിലും അതിൽ നിന്നുണ്ടാകുന്ന സന്തോഷം അത് അതിജീവനത്തിൻ്റെ സന്തോഷമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ തിരിച്ചു കിട്ടുന്ന സന്തോഷമാണ്. അതുകൊണ്ട് സൗഹൃദത്തിലെ ചില പിണക്കങ്ങളൊക്കെ മറന്നുകൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് തന്നെ ജീവിക്കുവാൻ വേണ്ടി ശ്രമിക്കുക.